ബി.ജെ.പിയുടെ മെഡിക്കൽ കോഴയിൽ കുമ്മനം രാജശേഖരന് വിജിലൻസിന്റെ നോട്ടീസ്. നേരിട്ടെത്തി വിശദീകരണം നൽകാനാണ് വിജിലൻസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കുമ്മനം 2 ആഴ്ചത്തെ സാവകാശം തേടിയിട്ടുണ്ട്. ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി സുനിൽ അരിമാനൂർ ചേരുകയാണ്. സുനിൽ, ഒരുപക്ഷെ നേരത്തെയും വിജിലൻസിന്റെ ഈ ആവശ്യത്തെ ബി.ജെ.പി നേതാക്കൾ പുറംതിരിഞ്ഞാണ് സമീപിച്ചിരുന്നത്. ഇപ്പോൾ കുമ്മനത്തിനും നോട്ടീസ് അയച്ചിരിക്കുന്നു. എന്തൊക്കെ വിശദാംശങ്ങൾ? കുമ്മനത്തിന്റെ മറുപടി എന്ത്? അജിംഷാദെ, ബാർകോഴ വിഷയവുമായി ഈ മെഡിക്കൽ കോഴ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ബി.ജെ.പി നേതാക്കളെ തന്നെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുന്ന ഒരു കേസാണ്. ഇതിന്മേലാണ് വിജിലൻസ് അന്വേഷണം നടക്കുന്നത്. വിജിലൻസ് അന്വേഷണം നടക്കുന്ന പശ്ചാത്തലത്തിൽ തന്നെ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷനും അതുപോലെ തന്നെ ഈ അന്വേഷണ കമ്മീഷൻ അംഗങ്ങളായ ശ്രീശൻ, അതുപോലെ എ.കെ. നസീർ എന്നിവർക്ക് വിജിലൻസ് SP പല പ്രാവശ്യം നോട്ടീസ് അയച്ചിരുന്നു. എന്നാൽ അന്വേഷണത്തോട് സഹകരിക്കേണ്ട എന്ന നിലപാടിലാണ് ബി.ജെ.പി സംസ്ഥാന നേതൃത്വം എത്തിച്ചേർന്നത്. അതിന് ശേഷം അവർ നിലപാട് മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരന് വിജിലൻസ് നോട്ടീസ് നൽകിയിരിക്കുന്നു. ഈ മാസം 10-ന് ഹാജരായി മൊഴി നൽകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ചില അസൗകര്യങ്ങൾ ഉള്ളതുകൊണ്ട് മറ്റൊരു ദിവസം വരാം എന്നാണ് വിജിലൻസ് SP ജയകുമാറിനോട് കുമ്മനം രാജശേഖരൻ പറഞ്ഞിരിക്കുന്നത്. അതേസമയം തന്നെ ദില്ലിയിൽ ഈ മെഡിക്കൽ കോഴയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഇടനിലക്കാരനായ സതീഷ് നായരോടും ഹാജരാകാൻ വേണ്ടി വിജിലൻസ് SP നോട്ടീസ് പ്രത്യേക ദൂതൻ വഴി നോട്ടീസ് നൽകിയിരിക്കുകയാണ്. 24-ാം തീയതി ഹാജരായി മൊഴി നൽകാനാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം വരെ ഹാജരാകില്ല എന്ന നിലപാടിലിരുന്ന അന്വേഷണ കമ്മീഷൻ, അതായത് ഈ മെഡിക്കൽ കോഴ ബി.ജെ.പി നേതാക്കൾ ഉൾപ്പെട്ട മെഡിക്കൽ കോഴ അന്വേഷണം നടത്തിയ കമ്മീഷൻ അംഗങ്ങളായ KP ശ്രീശനും അതുപോലെ A.K. നസീറും നാളെ വിജിലൻസിന് മുമ്പിൽ ഹാജരായി മൊഴി നൽകാനായി എത്തും എന്ന് വിജിലൻസ് SP അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ അവരും എത്തും എന്ന്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കുമ്മനം രാജശേഖരനും അതുപോലെ തന്നെ ഈ കേസിലെ പ്രധാന കണ്ണിയായ സതീഷ് നായർക്കും വിജിലൻസ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഇത്തരത്തിൽ ഒരു നോട്ടീസ് നൽകുമ്പോഴും ഹാജരാകാം, മൊഴി നൽകാം എന്നുള്ള ഒരു നിലപാടിലേക്ക് ബി.ജെ.പി നേതാക്കൾ എത്തിയതിന് പ്രധാനപ്പെട്ട കാരണം ഈ ഒരു വിഷയത്തിൽ ലോകായുക്തയിൽ ഒരു പരാതി വന്നിട്ടുണ്ട്. ലോകായുക്തയിൽ വന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ലോകായുക്ത തന്നെ ഈ റിപ്പോർട്ട്, വിശദമായിട്ടുള്ള റിപ്പോർട്ട് ഹാജരാക്കാനായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് കോഴ അഴിമതിയുമായി ബന്ധപ്പെട്ട് ബി.ജെ.പി നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയ ആ റിപ്പോർട്ട് ഹാജരാക്കാൻ ആണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അത് വലിയ രീതിയിൽ കാര്യങ്ങൾ അവർക്ക് എതിരായി വരും എന്നുള്ള ഒരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ വിജിലൻസ് അന്വേഷണവുമായി സഹകരിക്കാൻ ബി.ജെ.പി നേതാക്കൾ തീരുമാനിച്ചിരിക്കുന്നത്. തീർച്ചയായും വിജിലൻസിന്റെ പക്ഷേ സഹകരിക്കുന്നു എന്ന് പറയുമ്പോൾ നേരത്തെ തന്നെ വിജിലൻസിന്റെ ഇത്തരത്തിലുള്ള ആവശ്യങ്ങളോട് പുറംതിരിഞ്ഞിട്ടുണ്ട്. അതേ സമീപനം തന്നെയാണ് കുമ്മനവും സ്വീകരിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ പിന്നീടെത്താം എന്ന് മാറ്റിയിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള നിസ്സഹകരണം തുടർന്നാൽ വിജിലൻസ് എന്ത് നടപടിക്രമങ്ങളിലേക്കാണ് സ്വാഭാവികമായി ഇനി പോവുക? ഇതിനകത്ത് വിജിലൻസിന് പരിമിതികൾ ഈ ഒരു കേസിലുണ്ട്. കാരണം ഈ അന്വേഷണം നടക്കുന്നതുമായി ബന്ധപ്പെട്ട ആരും സർക്കാർ ഉദ്യോഗസ്ഥരല്ല, ജനപ്രതിനിധികളല്ല. അതുകൊണ്ട് തന്നെ ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിയമ നടപടികളിലേക്ക് പോകുന്നതിന് വിജിലൻസിന് പരിമിതികളുണ്ട്. മറിച്ച് ഈ അന്വേഷണവുമായി സഹകരിക്കണം എന്നുള്ളത് ആവശ്യപ്പെട്ടുകൊണ്ട് പലതവണ നോട്ടീസ് അയച്ചിരുന്നു. പക്ഷേ പല നേതാക്കളും നോട്ടീസ് കൈപ്പറ്റാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യം. അതിനുശേഷം വിജിലൻസ് SP ജയകുമാർ തന്നെ നേരിട്ട് ഇവരെ ഫോണിൽ വിളിച്ച് ഹാജരാകണം, മൊഴി നൽകണം, ഈ അന്വേഷണവുമായി സഹകരിക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ നിയമോപദേശം തേടിയിരുന്നു. വിജിലൻസുമായി സഹകരിച്ചില്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള നിയമോപദേശമൊക്കെ തേടിയിരുന്നു. പക്ഷേ പല ഘട്ടങ്ങളിലും ഏത് അന്വേഷണവുമായി ഞങ്ങൾ സഹകരിക്കാമെന്ന് ആവർത്തിച്ച് കുമ്മനം രാജശേഖരൻ തന്നെ വ്യക്തമാക്കിയ പശ്ചാത്തലത്തിലാണ് ഈ ഒരു വിജിലൻസിന്റെ മുൻപിൽ പോയി മൊഴി നൽകാനായി ഇപ്പോൾ അവർ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ മൊഴി നൽകിയ വർക്കല SR മെഡിക്കൽ കോളേജ് ആൻഡ് റിസർച്ച് സെന്ററിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ R ഷാജി മൊഴി നൽകിയിരുന്നു. അദ്ദേഹം മൊഴി നൽകിയപ്പോൾ തന്നെ ബി.ജെ.പി നേതാക്കൾക്കും ബി.ജെ.പിക്കും ക്ലീൻ ചിറ്റാണ് നൽകിയത്. അതിനുശേഷം ഈ കോഴ അഴിമതിയിൽ പ്രധാന കണ്ണിയായി വന്ന ബി.ജെ.പി നേതാവ് കൂടിയായിരുന്ന R.S. വിനോദും ബി.ജെ.പി നേതാക്കളെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു മൊഴിയാണ് വിജിലൻസിന് നൽകിയിട്ടുള്ളത്. അതുപോലെ ആയിരിക്കും ശ്രീശനും
നസീറും മൊഴി നൽകുക, അങ്ങനെയുള്ള ഒരു സമ്മർദ്ദം ഇവർക്ക് മേൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് വി മുരളീധര പക്ഷം തന്നെ അത്തരത്തിലുള്ള ഒരു സമ്മർദ്ദം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും വിജിലൻസ് അന്വേഷണത്തിൽ ഇത് ഒരു കൺസൾട്ടൻസി ഇടപാട് എന്നുള്ളത് രീതിയിൽ വരുത്തി തീർക്കാനുള്ള വലിയ രീതിയിലുള്ള ഒരു നീക്കം ഇതിനകത്തുണ്ട്. അത്തരത്തിൽ വരുമ്പോൾ വിജിലൻസ് അന്വേഷണം എങ്ങുമെത്താതെ, അല്ലെങ്കിൽ വിജിലൻസ് അന്വേഷണത്തിൽ യഥാർത്ഥത്തിലുള്ള ഈ മെഡിക്കൽ കോഴ കണ്ടെത്താൻ പറ്റാത്ത ഒരു സാഹചര്യവും സംജാതമാകും. അതായത് ഇതിനകത്ത് പരാതിക്കാരനായി വരേണ്ടിയിരുന്ന ഷാജി കൂടി ഇത്തരത്തിലൊരു ക്ലീൻ ചിറ്റ് നൽകുമ്പോൾ വിജിലൻസിന് പരിമിതി ഉണ്ടെന്നല്ലേ സുനിൽ പറഞ്ഞത്? കാരണം ഷാജി പറഞ്ഞത് ഇത് ഞാൻ എൻ്റെ മെഡിക്കൽ കൺസൾട്ടൻസി ആയിട്ടാണ് പണം കൊടുത്തത് എന്നുള്ളതാണ്. പണം കൊടുത്തത് വിനോദ് വഴി സതീഷ് നായർക്കാണ് എന്നുള്ളതാണ്. അതേ സമാന്തരമായി തന്നെ ഈ ഷാജി ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ട്, അതായത് ചീറ്റിംഗ് കേസുമായി ബന്ധപ്പെട്ട് നിയമോപദേശം തേടി സ്വന്തം അഡ്വക്കേറ്റിന്റെ സഹായത്താൽ തന്നെ ഹൈക്കോടതിയിൽ ചീറ്റിംഗ് കേസുമായി ബന്ധപ്പെട്ട് പോകാനുള്ള ഒരു നീക്കം നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് വഴിവെച്ചതും അത്തരത്തിലേക്ക് പോകണമെന്ന് സമ്മർദ്ദം ചെലുത്തിയതും BJP നേതാക്കൾ തന്നെയാണ്. അങ്ങനെ ഒരു വഴിക്ക് പോകുമ്പോൾ തീർച്ചയായും ഇതിനകത്ത് പരാതിക്കാരൻ ഇല്ലാതെ ഒരു സാഹചര്യം വരും. മറ്റൊരു സൈഡിൽ നിൽക്കുന്നത് ഇതിനകത്ത് സർക്കാർ ഉദ്യോഗസ്ഥനായിട്ട് ആരും ഇല്ലാതെ വരുന്നൊരു സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ ജനപ്രതിനിധി വരുമ്പോൾ ഇതിനകത്ത് ഈ ഒരു കേസിന്റെ അന്വേഷണം കൃത്യമായ രീതിയിൽ നടക്കാത്തൊരു സാഹചര്യം വരും. കാരണം ഈ റിപ്പോർട്ട് തയ്യാറാക്കിയ ശ്രീശനും നസീറും നാളെ ഹാജരാകുമ്പോൾ അവർ പറയുന്നതും ഇത്തരത്തിൽ ഒരു കൺസൾട്ടൻസിക്ക് വേണ്ടി പണം നൽകിയതാണ്, ഇതിൽ BJP നേതാക്കൾക്ക് ബന്ധമില്ല എന്ന് പറയും എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വിനോദിനെ BJPയിൽ നിന്ന് പുറത്താക്കിയതടക്കം, കേന്ദ്രത്തിലെ ഭരണം ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തിയതടക്കം, മെഡിക്കൽ രംഗത്തെ ആ മേഖലയെ ബാധിക്കുന്ന തരത്തിലുള്ള അനാരോഗ്യ പ്രവർത്തനം ഇത്യാദി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കേസ് സംസ്ഥാനത്തിന് അല്ലെങ്കിൽ സംവിധാനത്തിന് എടുക്കാനാകുമോ ഈ വിഷയത്തിൽ? ഈ വിഷയത്തിൽ വിജിലൻസ് നിസ്സഹകരണം തുടർന്നാലുള്ള കാര്യമാണ്. തീർച്ചയായും നിസ്സഹകരണം തുടരുകയാണെങ്കിൽ വിജിലൻസ് SP തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് ഇതിനകത്ത് ഇതൊരു സാമ്പത്തിക ഇടപാടാണ് നടന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു സാമ്പത്തിക തട്ടിപ്പാണ് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ വിജിലൻസ് അന്വേഷണത്തിൽ ഇവർ സഹകരിക്കാത്ത പശ്ചാത്തലത്തിലും ഇവർ ക്ലീൻ ചീറ്റ് നൽകിക്കൊണ്ട് ഇത്തരത്തിൽ കോഴ നടന്നിട്ടില്ല എന്ന് പണം കൊടുത്തയാളും അതുപോലെ തന്നെ പണം കൈപ്പറ്റിയ ആളും പറയുന്ന ഒരു പശ്ചാത്തലം വരികയാണെങ്കിൽ തീർച്ചയായും ഈ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറാനുള്ള ഒരു ശുപാർശയായിരിക്കും വിജിലൻസിന്റെ ഈ അന്വേഷണത്തിന്റെ ഒടുവിൽ വരിക. കാരണം എക്കണോമിക് ആൻഡ് ഒഫൻസ് വിങ് എന്ന് പറയുന്ന ക്രൈംബ്രാഞ്ചിലെ ഒരു വിഭാഗം തന്നെ ഇത് അന്വേഷിക്കട്ടെ എന്ന നിലപാടിലേക്ക് എത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ഉള്ള ഒരു നിഗമനത്തിലേക്ക് വിജിലൻസിന്റെ ഒരു ശുപാർശയായി ഈ അന്വേഷണത്തിന് ഒടുവിൽ വരും എന്നുള്ളതാണ് നമുക്ക് ഇതുവരെയുള്ള ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇതിൽ ഉൾപ്പെട്ട ആൾക്കാരും BJP നേതൃത്വവും സ്വീകരിച്ചിരിക്കുന്ന സമീപനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയേണ്ടി വരിക. തീർച്ചയായും സുനിൽ അരിമാനൂരാണ് വിവരങ്ങൾ നൽകിയത്. മെഡിക്കൽ കോഴയിൽ നിന്നും മെഡിക്കൽ കോഴ വിഷയത്തിൽ വിജിലൻസിന്റെ ഇടപെടലെത്തിയിരിക്കുന്നു. BJPയുടെ മെഡിക്കൽ കോഴയിൽ കുമ്മനം രാജശേഖരന് വിജിലൻസ് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. നേരിട്ടെത്തി വിശദീകരണം നൽകാനാണ് വിജിലൻസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ കുമ്മനം 2 ആഴ്ചത്തെ സാവകാശം തേടിയിട്ടുണ്ട് എന്ന ഏറ്റവും പുതിയ വിവരമാണ് പുറത്തെത്തുന്നത്. ഇതിന്റെ വിശദാംശങ്ങളാണ് സുനിൽ അരിമാനൂർ ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്.